ഞാൻ ചെറിയൊരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാം. ഞങ്ങളെ പള്ളിയിൽ ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ വേണ്ടി ഒരു കുടുംബം വന്നു. ഒരുപാട് കുടുംബങ്ങൾ വരുന്നതാണ്. അങ്ങനെ യക്ഷനമസ്കാരത്തിനാണ് വന്നത്. അങ്ങനെ വന്ന് യക്ഷനമസ്കാരമൊക്കെ കഴിഞ്ഞ് അവർ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. ഏകദേശം ഒരു 11:45 12 മണിയായപ്പോൾ എന്ത് ചെയ്യാണ്, ഭാര്യ വിളിക്കുകയാണ് ഭർത്താവിന്. മോളെ കാണാനില്ല. പാപ്പ ബേജാറായി, ഉമ്മ ബേജാറായി. +1 പഠിക്കുന്ന മോളാണ്. പള്ളി മുഴുവൻ തിരഞ്ഞു, പള്ളി കോമ്പൗണ്ട് തിരഞ്ഞു, അവിടെ വലിയൊരു സ്ഥാപനമുണ്ട്, സ്ഥാപനം ഫുള്ള് തിരഞ്ഞു, എവിടെയില്ല. അവസാനം CCTV പരിശോധിച്ചപ്പോൾ ഒരു 11:45 12 മണിക്ക് ഒരു ചെക്കൻ്റെ കൂടെ ബൈക്കുമ്മ കയറി പോയിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു. ഖിയാമുൽ ലൈൽ തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് കുട്ടി തിരിച്ചെത്തി. വാപ്പൊന്നും മിണ്ടില്ല. ഖിയാമുൽ ലൈൽ കഴിഞ്ഞ് അത്തായം കഴിഞ്ഞ് സുബഹിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മോളോട് ചോദിച്ചു, മോൾ എവിടെയാണ് പോയത്? ആൾ പറഞ്ഞു, ഞാൻ എവിടെയും പോയിട്ടില്ല. വാപ്പം ഫോൺ ഓപ്പൺ ചെയ്തിട്ട് CCTV ദൃശ്യങ്ങൾ മോക്ക് കാണിച്ചു കൊടുത്തു. ഇതാ ഇവൻ്റെ കൂടെ ഈ എവിടെയാണ് പോയത്, ഇതാരാണ്? മകൾ തല താഴ്ത്തി. വാപ്പ കൊടുത്തു അടി, അടി അടിച്ചു. ആ വാപ്പ മിമ്പറിൻ്റെ ചൂട്ടിലിരുന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് വാപ്പ പറയാണ്, ആരിസ് മൗലവി, റമദാനിലെ അവസാനത്തെ 10 3 ദിവസം ഉണ്ടല്ലോ, തിരൂരിലെ ജയിലിലായിരുന്നു ഞാൻ. 10 മണിക്ക് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ പോലീസ് ജീപ്പ് വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയി. എന്നെ ജയിലിലാക്കിയത് ആരാന്നറിയോ? എൻ്റെ മോളാണ്. അതാണ് ഞാൻ പറയുന്നത്. ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്തൊരു തലമുറയാണ് വളർന്നു വരുന്നത്. ഇവരെങ്ങനെ നന്നാക്കാൻ നമ്മൾ പഠിക്കുന്നത്. അതിലൊന്നു പറഞ്ഞത്, നല്ല ഉമ്മമാരാണ് നമുക്ക് വേണ്ടത്, ദീനുള്ള ഉമ്മമാരാണ് വേണ്ടത്. രണ്ടാമത് പറഞ്ഞത്, മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. പടച്ചോൻ്റെ തൗഫീഖില്ലേ എന്താ നമുക്ക് നടക്കാൻ പറ്റുക? ഇങ്ങോട്ട് നോക്ക്, രാവിലെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് എന്താ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വഅസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്ന എന്നൊന്നും ജീവിക്കുന്ന അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാനിതാ നിന്നോട് സഹായം തേടുന്നു. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും പടച്ചോനെ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ. ഞമ്മക്ക് നമ്മളെ നോക്കാൻ പറ്റൂല. പടച്ചോൻ്റെ തൗഫീക്കും പടച്ചോൻ്റെ സഹായം ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്കവിടെ ജീവിക്കാൻ പറ്റൂല. ഞാൻ 4 ആഴ്ച മുമ്പ് മിമ്പറിൻ്റെ മുകളിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ തിരൂരിലുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ഷമീർക്ക വന്നിട്ട് പറഞ്ഞു, കേരള ഉസ്താദ് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഷമീർക്ക എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, എൻ്റെ പെങ്ങളെ മോക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താണ്? ക്യാൻസർ ആയിരുന്നു. അപ്പോൾ കീമോ കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് അവരുടെ അന്നനാളം ചുരുങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കീമോ കൊടുത്തതിൻ്റെ പേരിൽ അന്നനാളം ചുരുങ്ങിപ്പോയി. അന്നനാളം ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല. 1 ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞി കുടിക്കണമെങ്കിൽ 1.5 മണിക്കൂർ ടൈം വേണം. അപ്പം ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പറയണത്? ബിസ്മില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയണത്? അൽഹംദുലില്ല. 1 വട്ടം പറഞ്ഞാൽ മതിയോ അൽഹംദുലില്ല? അന്നനാളൊന്ന് ചുരുങ്ങിപ്പോയപ്പോൾ 1 ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞി വയറ്റിലേക്ക് എത്തണമെങ്കിൽ 1.5 മണിക്കൂറാണ്. ഡോക്ടർ പറഞ്ഞു, ശരി, അന്നനാളവുമായി ബന്ധപ്പെട്ട ഒരു മേജർ സർജറി നടത്തണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂല, സംസാരശേഷി നഷ്ടപ്പെടും. ആ പെൺകുട്ടിയെ ഡോക്ടറുടെ മുന്നിൽ പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. ആ പെൺകുട്ടി പറഞ്ഞെന്തറിയോ? എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാതാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? വിശന്നും മരിച്ചു, എനിക്ക് കഴിയണില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനും നിങ്ങളൊക്കെ എത്ര നേരം ഭക്ഷണം കഴിക്കുന്നത്? എത്ര നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? ഇതൊന്നും പറ്റാത്ത 100 കണക്കിന് മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പടച്ചോൻ്റെ സഹായം ഇല്ലാതെ, പടച്ചോൻ്റെ തൗഫീഖില്ലാതെ, പടച്ചോൻ്റെ ബറക്കത്തും റഹ്മത്തും ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലേ അപകടകരമാണ്. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം.
മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. 6 മാസത്തിൻ്റെയും 3 വയസ്സിൻ്റെ ഇടയിലുള്ള സമയമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളെ നമ്മൾ കെയർ ചെയ്യേണ്ടത്. കാരണം എന്താ അറിയോ, കുട്ടികളുടെ തലച്ചോറിൽ ന്യൂറോണുകളാണുള്ളത്. ഈ ന്യൂറോണുകൾ പരസ്പരം ചേരുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് സിനാപ്സുകൾ. ഈ സിനാപ്സുകളിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുന്നത്. ആ സമയത്ത് കുട്ടി എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, എന്തിനാണോ സാക്ഷ്യം വഹിക്കുന്നത്, അതായിരിക്കും ഭാവിയിലെ ഈ കുട്ടി. ഇങ്ങനെ നോക്ക്, ഡോക്ടറുടെ കുട്ടി ഡോക്ടറാവുന്നു, അധ്യാപകൻ്റെ കുട്ടി അധ്യാപകനാകുന്നു. നല്ല എഡ്യൂക്കേഷനുള്ള കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഫേമസ് ആയി പോകുന്നു. അതെന്താ, അവർ കാണുന്നതും കേൾക്കുന്നതും പരിചയിക്കുന്നതും അനുഭവിക്കുന്നതുമൊക്കെ പഠിക്കുന്നതും വായിക്കുന്നതും മനനം ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഗവേഷണം നടത്തുന്നതുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സമയത്ത് ചെറിയ പ്രായത്ത് കുട്ടികൾ എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, എന്തിനാണോ സാക്ഷ്യം വഹിക്കുന്നത്, അത് ഗൗരവതരമാണ്. അവർ നല്ലതേ കാണാവൂ, അവർ നല്ലതേ കാണാവൂ, അവർ നല്ലതേ കേൾക്കാവൂ, അവർ നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ കോളിംഗ് ബെല്ലടിച്ച് ഡോർ ഓപ്പൺ ചെയ്തു. ഭാര്യയാണ്. ഞാൻ ചോദിച്ചു, ഇവനെവിടെ, എൻ്റെ സുഹൃത്ത് എവിടെയെന്ന് വെച്ചു. റഫീഖ് എവിടെയെന്ന് വെച്ചു. കാക്ക കുളിക്കുകയാണെന്നാണ്. ശരി, എന്നോട് സിറ്റൗട്ടിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. ഏകദേശം ഒരു 2-2.5 വയസ്സുള്ളൊരു കുട്ടി അവിടെ ഉണ്ട്. ഞാൻ ആ കുട്ടീനെ എന്ത് ചെയ്തു, സ്നേഹത്തോടെ ഇങ്ങോട്ട് വിളിച്ചു. മോനെ, കാക്കൻ്റെ കുട്ടി ഒന്ന് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ആ കുട്ടി പോടാ, ഇങ്ങോട്ട് കാക്കൻ്റെ കുട്ടി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി എന്നോട് പോടാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ പിന്നെ ചായ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവനോട് ചോദിച്ചു, എടാ ഈ കുട്ടികളൊക്കെ നല്ല ആതിഥ്യ മര്യാദകളൊക്കെ പഠിപ്പിച്ചിരിക്കണമല്ലോ, അപ്പോൾ എന്നോടും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. എന്നോടും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഇവൻ ഇത് പഠിച്ചതെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ വീട്ടിലിടക്കിടക്ക് ഉമ്മയും മക്കളും ഒരു ബദറുഹുദ് ഹന്തൊക്കെ ഉണ്ടാകുന്ന ചില ടൈമുകളുണ്ട്. വീട്ടിൽ ബദറുഹുദ് ഹന്തൊക്കെ ഉണ്ടാകുന്ന ടൈം അതേതാണെന്നറിയോ, രാവിലെ. ഏത്, സുബൈസ്കാരം കഴിഞ്ഞാൽ 5:20 ഇപ്പോൾ ബാങ്ക്, 5:25 ഇപ്പോൾ ജമാഅത്ത്, 5:05 തോന്നുന്നു ബാങ്ക്, എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ സുബൈസ്കാരം കഴിഞ്ഞാൽ അടുക്കള കയറി 6 മണിക്കാണ്. ഒരു അരമണിക്കൂർ എന്തായാലും സമയമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഉമ്മമാരെ നല്ല ക്ഷീണിച്ച് അവശരായിട്ട് ചിലപ്പോൾ രാത്രി കുറേ വൈകിട്ടുണ്ടാവും ഒരു കിടക്കാൻ. ഓല എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു അരമണിക്കൂർ കിടക്കും, അലാറം വെച്ചിട്ടാണ് കിടക്കുക. ഈ അരമണിക്കൂർ കിടക്കുക എന്നുള്ളത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, 1 മണിക്കൂറായി പോകും. ഓല പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, 7 മണിക്കായിരിക്കും എന്തിട്ടുണ്ടാകുക, 7 മണിക്കായിരിക്കും എണീറ്റിട്ടുണ്ടാകുക. 6:00 എണീക്കേണ്ടത് 7 മണിക്കായിരിക്കും. 8 മണിക്ക് ഒരുത്തൻ്റെ വണ്ടി വരും, 8:30 മണിക്ക് വേറൊരാളെ വണ്ടി വരും. എന്തൊക്കെ വേണം, രാവിലത്തെ കടി വേണം, അതിന് കറി വേണം, കുട്ടികൾക്ക് സ്നാക്സ് വേണം, കുട്ടികളെ യൂണിഫോം അയൺ ചെയ്യണം. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം. 7 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന എന്താ പറയുക, എന്താ ഇപ്പോൾ കാട്ടുക, കറി ഉണ്ടാക്കിയിട്ടില്ല, അപ്പം ഉണ്ടാക്കിയിട്ടില്ല, കുട്ടികൾക്ക് ഉച്ചക്ക് കൊടുക്കാനൊന്നും ആയിട്ടില്ല. ഒരു ഇവൻ്റ് വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരാൾക്ക് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്, അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുണ്ടാകുന്നറിയോ, കൈ ഇങ്ങനെ വറക്കാൻ തുടങ്ങും. പിന്നെ ഹൃദയം അങ്ങനെ പടക്കും, ഭയങ്കര അവരുടെ മിടിപ്പ് കൂടും, കൈ ഇങ്ങനെ വറക്കും, ദേഷ്യം ഇങ്ങോട്ട് വരും. ആ സമയത്ത് ഉറങ്ങുന്ന ഒരു കുട്ടീനെ പോയിട്ട് വിളിക്കുക എങ്ങനെയാണെന്നറിയോ, ദോശ ഇങ്ങനെ ചുടുന്നുണ്ടാവും. ഒരു ദോശ ചുട്ട് 2ാമത്തെ ദോശക്ക് ചുടുന്ന സമയത്ത് ഇവിടുന്ന് വിളിക്കും, എണീക്കടാന്ന് പറയും. എണീറ്റുണ്ടാവില്ല. പിന്നെ എടുത്തിട്ട് പോയി ചട്ടക എടുത്തിട്ടാ ചെല്ലുക. പിന്നെ അവിടെ നടക്കുന്നൊക്കെ എടാ പോടെയിരിക്കും. അതാ ഞാൻ പറയണത്, ആ രാവിലത്തെ ടൈം ഉണ്ടല്ലോ, ഭയങ്കര ഒരു ഞാൻ പറയുക എന്താ അറിയോ, ശരിക്കും ഈ ക്ഷേത്രത്തിലൊക്കെ ഉണ്ടാവില്ലേ ഈ വാളും പിടിച്ചിട്ട് ഉറഞ്ഞുകൊള്ളുന്ന ഇതേ മാനസികാവസ്ഥയായിരിക്കും പല വീട്ടിലേ. 3-4 സ്കൂൾ പറഞ്ഞേക്കാൻ ഉണ്ടാവും. ഇതേ അവസ്ഥയായിരിക്കും പല വീട്ടിലുണ്ടാകുക. ഞാൻ പറഞ്ഞു കൊടുക്കുക എന്താ വെച്ചാൽ, ആ സമയത്ത് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മൾ അവിടെ എന്ത് ചെയ്യണം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ മാതൃകയാക്കണം. അടുക്കള കയറി ചെന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ, ഫാത്തിമ ഇജ്ജ് ഓളോ എന്ത് ചെയ്തോ, കുളിപ്പിച്ചോ, അല്ലെങ്കിൽ ഓളോ ഡ്രസ്സ് മാറ്റിച്ചു കൊടുത്തു, ഞാൻ ദോശ ഞാൻ ചുട്ടോളാം, കറി ഞാൻ ഉണ്ടാക്കിക്കോളാം, വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. നമ്മൾ കയറി ചെന്ന് കൊടുക്കണം. എന്താ ഇപ്പോൾ പ്രശ്നം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അറേബ്യൻ ഭൂഖണ്ഡത്തിൻ്റെ
കിരീടം വെക്കാത്ത രാജാവായിരുന്നു, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി, ഒരു നാടിൻ്റെ ഖാദി, ഒരു നാടിൻ്റെ ഹാക്കിം. ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കളയിൽ ഗോതമ്പ് മാവ് കുഴച്ചു കൊടുത്തു, സ്വന്തം വസ്ത്രങ്ങൾ അലക്കി, ആടിനെ കറന്നു കൊടുത്തു. ഇവിടെ നോക്ക്, സ്വന്തം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി ചെയ്തു. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ടാവും, ഇയാളെ ഇനി പ്രസംഗിക്കാൻ വിളിക്കരുത് കേട്ടോ, ഇപ്പോൾ ഉള്ള ചെയ്തിരുന്നും കൂടി ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അത്തരം ഘട്ടങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെറുങ്ങനെ ഭാര്യമാരൊന്ന് സഹായിച്ചു കൊടുക്കണം. ഞാൻ പറയണത് വെച്ചാൽ ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ മക്കളിൽ വല്ലാതെ എന്ത് ചെയ്യും, സ്വാധീനം ഉണ്ടാക്കും. അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നല്ലതേ മക്കൾ കേൾക്കാവൂ, നല്ലതേ കാണാവൂ, നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ. അത് ഏറ്റവും ചെറിയ പ്രായത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മക്കളെ ശ്രദ്ധിക്കേണ്ടത്. ആ മക്കളെ മുമ്പിൽ വെച്ചിട്ട് വൃത്തികെട്ടൊരു വാക്ക് പോലും നമ്മൾ പറയരുത്. എന്താ പറയുക, നമ്മുടെ മക്കൾ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ പ്രയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ എടുത്തിട്ട് പ്രയോഗിക്കുന്നത് കാണുമ്പോൾ, ചെറിയ കുട്ടികൾ അങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും, നമ്മൾ ചിരിച്ചു കൊടുക്കും. നമ്മുടെ മുമ്പിൽ അവർ പറഞ്ഞതൊക്കെ വേറൊരാൾ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ, ഇതേ വാക്ക് പ്രയോഗിക്കും. അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ, എൻ്റെ ചെറിയ കുട്ടി വലിയൊരാൾ പറയുന്ന വാക്ക് പറഞ്ഞപ്പോൾ നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി ചിരിച്ചു. അപ്പോൾ ആ കുട്ടി മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇതൊക്കെ പറയുന്നത് അഭിമാനമാണെന്നാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു സാഹചര്യം എന്ത് ചെയ്യരുത്, നമ്മളിരുത്ത് ഉണ്ടാകരുത്. അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, നമ്മുടെ വീട്ടിലൊക്കെ 3 മറകളുണ്ട്. ആ 3 മറകളും നമ്മൾ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ വാപ്പാൻ്റെ ഉമ്മൻ്റെ റൂം കയറാൻ പാടില്ല. അതിനൊന്നാമത്തെ സമയം ഏതാണെന്നറിയോ, വമിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ, സുബഹീൻ്റെ മുമ്പ് വസ്ത്രങ്ങൾ അയച്ച് വെച്ച് വിശ്രമിക്കുന്ന സമയമാണ് വാപ്പാൻ്റെ ഉമ്മൻ്റെ റൂമിൽ അനുവാദമില്ലാതെ കയറാൻ പാടില്ല. രണ്ടാമത്തെ സമയം ഏതാണെന്നറിയോ, വഹീന തളഊന സിയാബകും മിനൽ ലഹീറ, വസ്ത്രങ്ങൾ അയച്ച് വെച്ച് വിശ്രമിക്കുന്ന ഉച്ച സമയം അനുവാദമില്ലാതെ റൂമിൽ കയറാൻ പാടില്ല. മൂന്നാമത്തെ സമയം ഏതാണെന്നറിയോ, വമിൻ ബഅദി സ്വലാത്തിൽ ഇശ, ഇശ നമസ്കാര ശേഷം വാപ്പാൻ്റെ ഉമ്മാൻ്റെ റൂമിൽ അനുവാദമില്ലാതെ കയറാൻ പാടില്ല. ഈ 3 സമയത്തെക്കുറിച്ചും ഖുർആൻ പറഞ്ഞെന്താ അറിയോ, സലാസു ഔറാത്തിൽ ലക്കും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട 3 മറകളാണ്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട 3 മറകളാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാണിച്ചെടുക്കേണ്ടതാ, മറച്ചെടുക്കേണ്ടത്. അത് കുട്ടികൾ കാണരുത്, കുട്ടികൾ കേൾക്കരുത്, കുട്ടികൾ സാക്ഷ്യം വഹിക്കരുത്. ഏത്? നമ്മുടെ ദാമ്പത്യം അത്ര പരമപരിശുദ്ധമാണ്. നമ്മളെന്താ ചെയ്തത്? കുട്ടികളെ കയ്യിൽ ഫോൺ അങ്ങോട്ട് കൊടുത്തു. കുട്ടി എന്താ കാണുന്നത്? സിനിമ, റീൽസ്. ഏതാ റീൽസിൽ എന്താ ഉള്ളത്? ഫിലിമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് അതാണ് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമ എന്താണ് ലോകത്തോട് പറയുന്നത്? സിനിമാ ലോകം എന്താണ് പറയുന്നത്? സെലിബ്രിറ്റികൾ എന്ത് സന്ദേശമാണ് ലോകത്തിന് പകർന്നു കൊടുക്കുന്നത്? എന്താണ് സെലിബ്രിറ്റികൾ ലോകത്തോട് പറയുന്നത്? അവർ പറയുന്നതെന്ന് വെച്ചാൽ, വാപ്പാനെ ഉമ്മനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, 18 വയസ്സായി കഴിഞ്ഞാൽ മെജോറിറ്റി ആക്ട് പ്രകാരം നീ സ്വതന്ത്രനാണ്, നിനക്ക് ആരെയും കല്യാണം കഴിക്കാം. സെലിബ്രിറ്റികൾ സോഷ്യൽ മീഡിയകളിലൂടെ, നമ്മുടെ മക്കൾ ഇന്ന് സ്ക്രീനിൻ്റെ മുമ്പിലാണ്. 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെയാണ് ഒരാളുടെ സ്ക്രീൻ ടൈം. സ്ക്രീൻ ടൈമിലൂടെ അവർ കാണുന്നത്, അവർ ഫോളോ ചെയ്യുന്നത് കേരളത്തിലെ അറിയപ്പെട്ട സെലിബ്രിറ്റികളെയാണ്. സിനിമാ ലോകത്തുള്ള സെലിബ്രിറ്റികളെയാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സിനിമകളിലൂടെ, അവരുടെ സംസാരത്തിലൂടെ ഈ സമൂഹത്തെ എന്താണ് അവർ പഠിപ്പിക്കുന്നത്? എന്ത് സന്ദേശം അവർ കൊടുക്കുന്നത്? അവരൊന്ന് പഠിപ്പിക്കുന്നത് എന്താ അറിയോ? ആർക്കും ആരെയും വിവാഹം ചെയ്യാം. ആണിന് വേണമെങ്കിൽ ആണിനെ വിവാഹം ചെയ്യാം, പെണ്ണിന് വേണമെങ്കിൽ പെണ്ണിനെ വിവാഹം ചെയ്യാം. അതിനെന്താ എത്ര കുഴപ്പം? മതത്തിൻ്റെ വേലിക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് നമുക്ക് സ്വതന്ത്രമായി ജീവിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിക്കണം. അതിന് സ്വാതന്ത്ര്യമാണ് വേണ്ടത്. ആ സ്വാതന്ത്ര്യത്തിന് മതം തടസ്സമാണ്. അതുകൊണ്ട് മതം നമുക്ക് വേണ്ട. ഇതല്ലേ സിനിമാ ലോകം പഠിപ്പിക്കുന്നത്? ഇതിലല്ലേ നമ്മുടെ മക്കൾ പെട്ടുപോകുന്നത്? ഇനി മാത്രമല്ല, നിങ്ങൾ നോക്ക്, അടുത്തെന്താ പറയുന്നത്? ആദിലയും നൂറയും. ആദില പറഞ്ഞു എനിക്ക് നൂറേനെ കല്യാണം കഴിച്ചാൽ മതി, നൂറ പറഞ്ഞു എനിക്ക് ആദിലേനെ മതി. നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ നോക്ക്, കേരളത്തിൽ എത്ര സ്വവർഗ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്.
എത്ര പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്? ഇവരുടെ ആരുടെയെങ്കിലും ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രചരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെന്താ ആദിലേൻ്റെയും നൂറിൻ്റെയും പ്രചരിച്ചത്? അവരുടെ പേരിലൊരു മാറ്റമുണ്ട്. അവരുടെ പേര് മുസ്ലിങ്ങളുടെ പേരാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? സിനിമയിലൂടെ, ഇത്തരം സംവിധാനങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സംസ്കാരത്തെയും തകർക്കുക എന്ന പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നൊരു വചനമുണ്ട്. ഈ വചനം നമ്മൾ മറക്കരുത്. എന്താ വചനം എന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ കാരണവന്മാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വചനമാണ്. 6 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിൽ നിയമവിധേയമായി കഴിഞ്ഞാൽ ഫഅലൈഹിമിദ്ദിമാർ, അതിശക്തമായ റബ്ബിൻ്റെ പരീക്ഷണം നിങ്ങൾക്ക് വരും. അത് നിങ്ങൾ പേടിക്കുക, നിങ്ങൾ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാർ ചോദിച്ചു, അതെന്തൊക്കെയാണ് നബിയെ? അതിലൊന്നു മാത്രം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഖ്തഫർ റിജാലു ബിർരിജാൽ വന്നിസാഉ ബിന്നിസാ. ആണുങ്ങൾ പറയുന്നു ജീവിക്കാൻ ഞങ്ങൾക്ക് ആണുങ്ങൾ മതി, പെണ്ണുങ്ങൾ പറയുന്നു ജീവിക്കാൻ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ മതി എന്ന് പറയുന്നൊരു കാലം വന്നാൽ അതിശക്തമായ പരീക്ഷണം ഈ നാട്ടിലുണ്ടാകും. അവിടെ നോക്ക്, വയനാട് നടന്ന ദുരന്തം ചെറിയ ദുരന്തമാണോ? കഴിഞ്ഞ ദിവസം വിസ്ഡം യൂത്തിൻ്റെ പ്രസിഡൻറ്റും ഒരു നല്ലൊരു ടീം അവിടെ പോയി സന്ദർശിച്ചു. അവിടുത്തെ 300ഓളം വീടുകളിൽ 150 വീടുകൾ സന്ദർശിച്ചു. 100ഓളം ആളുകളെ വ്യക്തിപരമായി ഒറ്റപ്പെട്ട മാതാപിതാക്കളും കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെട്ട 150ഓളം ആളുകളെയും സന്ദർശിക്കാൻ കഴിഞ്ഞു. അവിടെ നിന്നുള്ള ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ ഒരു മനുഷ്യൻ പറയാണ്, അയാൾ അമ്പലവയലിൽ പുതിയ വീടുണ്ടാക്കി താമസം മാറുകയാണ്. താമസം മാറുന്നതിൻ്റെ തലേ ദിവസം ഉമ്മാനെ വന്നിട്ട് എന്ത് ചെയ്തു? ചൂരൽമലയിൽ വന്നിട്ട് ഉമ്മനെ കൊണ്ടുപോയി വീട്ടിലാക്കിയിട്ട് രാത്രി വിളിച്ചു, ഇക്കാക്കനെ വിളിച്ചു, ഇക്കാക്ക നിങ്ങളും വരി, നിങ്ങളവിടെ നിൽക്കേണ്ട, നല്ല മഴയല്ലേ. ഇക്കാക്കനെ കൂട്ടാൻ വേണ്ടി ഇവിടെ വന്നു. ഇപ്പോൾ ഇക്കാക്ക പറഞ്ഞു, എടാ നല്ല മഴയാണ്, ഇജ്ജ് ഇന്ന് ഇവിടെ കിടന്നോ, സുബൈക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചങ്ങോട്ട് പോവാം, എന്നിട്ട് നേരെ അങ്ങോട്ട് വീട്ടിൽ കയറിയാൽ പോരെയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു ഒന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു. അവനവിടെ കിടന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാര്യ വിളിക്കുകയാണ്, പിന്നെ ഇവിടെ കറണ്ടൊക്കെ പോയിക്കണ്, നാളെ ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ റെഡിയാക്കണം, നിങ്ങളിങ്ങോട്ട് വരണം, നിങ്ങളവിടെ നിന്നാൽ ശരിയാവില്ല. അയാൾ രാത്രിക്ക് രാത്രി 12 മണിക്ക് എന്ത് ചെയ്തു? അങ്ങോട്ട് പോവാണ് വീട്ടിലേക്ക്. ആ മനുഷ്യൻ പറയാണ്, എൻ്റെ ഭാര്യ വിളിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ഇക്കാക്കൻ്റെ ഭാര്യയെ മക്കളൊക്കെ പോയി, എൻ്റെ വീടില്ല, വീടിൻ്റെ സ്ഥാനത്ത് മൺകൂനയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യൻ പറയാണ്, എൻ്റെ വീടിൻ്റെ 25 അടി ഹൈറ്റിലാണ് എന്ത് ചെയ്തത്, വെള്ളവും മണ്ണും ഇതൊക്കെ വന്നത്. എന്നിട്ട് എന്നെ എടുത്തിട്ട്, ഏത് കല്ലും മണ്ണൊക്കെ വന്നിട്ട് എന്നെ എടുത്തിട്ട് വലിച്ചെറിയായിരുന്നു. എന്നിട്ട് എൻ്റെ തല മാത്രം പുറത്ത്, എനിക്ക് ശ്വാസം മാത്രം കഴിക്കാൻ പറ്റുന്നുണ്ട്. ആ മനുഷ്യൻ ഇപ്പോഴും കാഷ്ടിക്കുന്നത് മണ്ണാണ്. മണ്ണിൻ്റെ അടി കുടുങ്ങിപ്പോയി. എങ്ങനെയും ആ മനുഷ്യൻ രക്ഷപ്പെട്ടാണ്. ഭീകരമായൊരവസ്ഥ. നിങ്ങൾ നോക്ക്, നമ്മുടെ കേരളത്തിൽ ഇത്ര വലിയൊരു ദുരന്തം വേറെ ഉണ്ടായിട്ടുണ്ടോ? ഈ ദുരന്തങ്ങൾക്ക് എന്തിനാ പടച്ചോൻ തരുന്നറിയോ? വലനുദീകന്നഹുമുൽ അദാബുൽ അദിന ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഭയാനകരമായ നരകത്തിലെ ശിക്ഷ വരുന്നതിന് മുമ്പ് നിസ്സാരമായ ചില പരീക്ഷണങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും. അതെന്തിനാണ്? ലഅല്ലഹും യർജിഊൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുവാനാണ്. ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ പടച്ചോനിലേക്ക് മടങ്ങുന്നുണ്ടോ? നമ്മുടെ നിസ്കാരം റെഡിയാകുന്നുണ്ടോ? നമ്മുടെ വ്യക്തി ജീവിതം നന്നാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇതൊക്കെ പടച്ചോൻ തരുന്നത്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ ആൾക്കാർ പഠിക്കുന്നില്ല. എന്നിട്ടും നമുക്ക് ഇസ്ലാമിൻ്റെ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയുന്നില്ല. എന്നിട്ടും 5 നേരത്തെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും നിത്യതയും കൃത്യതയും കൈവരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതാ ഞാൻ പറയുന്നത്, എന്താണ് സിനിമാ ലോകത്തിന് നമുക്ക് തരാനുള്ളത്? ഇപ്പോൾ നമുക്ക് പുതിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, സിനിമാ ലോകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഇവർ പറയാണ് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ഇപ്പം എന്താ പറ്റിയത്? അതാ ഞാൻ പറയണത്, ഇസ്ലാം എന്ന് പറയുന്നത് പെണ്ണിന് ഇത്രയധികം സുരക്ഷ നൽകിയ ഒരു മതം, സുരക്ഷിതത്വം നൽകിയ ഒരു മതം. അതിൻ്റെ നിയമങ്ങൾ മുഴുവനും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്ന നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. സ്ത്രീകളുടെ വ്യക്തിത്വത്തിനും
അവരുടെ കുടുംബത്തിനും അവർക്കും വേദനിക്കുന്ന അതല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു നിയമവും ഇസ്ലാമിലില്ല എന്നുള്ളതാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ. എനിക്ക് അത്ഭുതം തോന്നിയെന്ന് വെച്ചാൽ ഒരു അമേരിക്കയിലെ ഇംഗ്ലണ്ടിലെ അറിയപ്പെട്ട, എനിക്ക് പേര് എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല, എൻ്റെ വായനയിൽ എന്നെ വല്ലാതെ ഒരു ആകർഷിച്ചൊരു കാര്യമാണ്. അവർ അറിയപ്പെട്ടൊരു അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അവരുടെ മകൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇസ്ലാം സ്വീകരിച്ചു. മകൾ ഇസ്ലാം സ്വീകരിച്ചു. അമ്മ ഒരുപാട് എതിർത്തു. എന്തിനാ മോളെ നീ ഇസ്ലാം സ്വീകരിക്കുന്നത്? ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊട്ട മതമാണ്, സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കണില്ല. നിങ്ങൾ നോക്ക്, ഞാനിപ്പോൾ ഇട്ട് നടക്കുന്നത് മിനി സ്കർട്ടാണ്. നിനക്ക് ഈ വേഷം ധരിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ശരീരം മുഴുവൻ മറക്കണം, തല മറക്കണം, പിന്നെന്താണ്, ശരീരത്തിലെ ഭംഗിയുള്ളൊരു ഭാഗം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, പിന്നെ ഭർത്താവിൻ്റെ അനുവാദം ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ കുറേ കമ്മിറ്റ്മെൻറ്റുകളുള്ളൊരു മതമാണ്. അതുകൊണ്ട് ആ മതം മോക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവസാനം ഈ അമ്മ മോൾ ഇസ്ലാം സ്വീകരിച്ച് 1 കൊല്ലം മകളുടെ കൂടെ ജീവിക്കേണ്ടി വന്നു. അവസാനം ഈ അമ്മ ഒരു പുസ്തകം എഴുതി, ഞാൻ വായിച്ച ഇസ്ലാമല്ല എൻ്റെ മകളിലൂടെ ഞാൻ അറിഞ്ഞത്. ആ ഇസ്ലാം എന്നത് അവൾ പഠിക്കുന്നതിനനുസരിച്ച് ഓരോ ദിവസവും വൃത്തിയും വെടുപ്പുമുള്ള ഒരു പെണ്ണായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരമ്മ പറയാൻ, എൻ്റെ മോള് ഇസ്ലാം എന്ന മതത്തിലൂടെ ഇങ്ങനെ ജീവിച്ചപ്പോൾ ഓരോ ദിവസവും ഞാൻ അവളെ കാണുമ്പോൾ ഓരോ ദിവസവും അവളുടെ വൃത്തിയും വെടുപ്പും വർദ്ധിക്കുകയായിരുന്നു. ഓരോ ദിവസവും മുസ്ലിം അല്ലാത്ത എന്നോടുള്ള സ്നേഹം അവൾക്ക് വർദ്ധിക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായി, ഈ മതം എന്തല്ല, സ്ത്രീകളുടെ അവകാശങ്ങൾ ധ്വംസിക്കുന്ന മതമല്ല, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന മതമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നമ്മുടെ മക്കൾ അവർ ഉപയോഗിക്കുന്ന, അവരെന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നത് വളരെ ഗൗരവതരമാണ്. ഇനി മാത്രമല്ല, നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവിക്കുന്നത് ആരാന്നറിയോ? പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ, വിഷാദ രോഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനമായി പറയുന്നൊരു പോയിന്റ് എന്നറിയോ? ഇപ്പോൾ ഒരു കുട്ടി ഇൻസ്റ്റഗ്രാമിൽ എന്ത് ചെയ്തു, ഒരു ഫോട്ടോ എന്ത് ചെയ്തു, പോസ്റ്റ് ചെയ്തു. ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ എന്ത് ചെയ്തു, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവനിങ്ങനെ നോക്കും, എത്ര ലൈക്ക് ഉണ്ടെന്ന് നോക്കും. ലൈക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് അവൻ ആകെ കാണാണെന്ത്, 4 ലൈക്കേ ഉള്ളൂ 6 മണിക്കൂറായിട്ട്. അതെന്ത് ചെയ്യുന്നറിയോ? മാനസികമായി ആ കുട്ടീനെ അത് തളർത്തിക്കളയുന്ന. അങ്ങനെയാണ് നമ്മുടെ മക്കൾ ഡിപ്രഷനിലേക്ക് പോകുന്നതെന്നാണ്. കേരളത്തിലെ കുട്ടികളിലുള്ള ആത്മഹത്യയുടെ പിന്നിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു പഠനം നടത്തിയപ്പോൾ അതിൽ നമ്മെ നിയമപാലകർ ബോധ്യപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട്. ഇൻസ്റ്റഗ്രാമിലെ ചില പ്രത്യേക പേജുകൾ ഫോളോ ചെയ്യുന്നവരാണ് ഈ ആത്മഹത്യ ചെയ്ത കുട്ടികളിലധികവും. അവിടെ ആലോചിച്ചു. അപ്പോൾ നമ്മുടെ മക്കൾ സോഷ്യൽ മീഡിയയിലൂടെ എന്താണ് കാണുന്നത്, എന്താണ് കേൾക്കുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഉമ്മമാരോടൊക്കെ പറയാനുള്ളത്, ചെറിയ മക്കൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണം. ഇപ്പോൾ ഫാമിലി ലിങ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പം എൻ്റെ മോന് അരമണിക്കൂറും മക്കളുടെ കയ്യിൽ നമുക്ക് മൊബൈൽ സ്വതന്ത്രമായിട്ട് കൊടുക്കാം. മക്കൾ മൊബൈൽ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അരമണിക്കൂറാണ് അവർക്ക് കളിക്കാൻ കൊടുത്ത ടൈം. നമ്മൾ വേറെന്തെങ്കിലും പണിയിലായിരിക്കും. 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാലും നിർത്തൂല, ഉറപ്പാണ്. അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? നമ്മുടെ മൊബൈലിലൂടെ എന്ത് ചെയ്യാം, ഫാമിലി ലിങ്ക് വഴി നമ്മുടെ മൊബൈലിൽ നിന്ന് എന്ത് ചെയ്യാം, മോൻ്റെ മൊബൈലിൽ ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വിളി വരും, മെച്ചി ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് തരുമോ എന്ന് ചോദിക്കും. അത് പറ്റില്ല, ഇന്ന് അരമണിക്കൂർ ഇങ്ങൾക്കുള്ള ഈ സമയത്ത് ലോക്ക് ചെയ്യാൻ പറ്റും. അവരേത് സൈറ്റിൽ പോകുന്നു, അവർ എന്താണോ, ഏതൊക്കെ ആഡിങ്സ് ആണോ കാണുന്നത്, അതിൽ ഏതൊക്കെ മേഖലകളിൽ പോകുന്നു എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ മൊബൈലിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അറിയാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ചില സാക്ഷരതകൾ എന്ത് ചെയ്യണം, നമ്മൾ നേടേണ്ടതുണ്ട് എന്നാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾ നോക്കേണ്ട വേറൊരു പോയിന്റ് എന്താ അറിയോ? ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വർദ്ധിച്ചതിനനുസരിച്ച് എന്താ നമ്മുടെ നാട്ടിൽ അടുത്തുണ്ടായൊരു പ്രശ്നം എന്താ അറിയോ? അടുത്തുണ്ടായൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം വർദ്ധിച്ചു. ചുണ്ടു ചോപ്പിക്കാത്ത പെൺകുട്ടികൾ ഇന്ന് പുറത്തുണ്ടോ? ഐലൈനറും മൈഷാടും മുഖത്ത് പുട്ടിയിടാത്ത. എനിക്ക് അത്ഭുതം തോന്നിയ എന്താ അറിയോ? ഞാനൊരു LP സ്കൂളിൽ അധ്യാപകനാണ്. ഞാനൊരു ദിവസം KG ക്ലാസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ, KG ക്ലാസ്സിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയ 4 വയസ്സുള്ള ഒരു കുട്ടി, LKG പഠിക്കുന്ന ഒരു കുട്ടി, കൂടെ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ ചുണ്ടുമലി നമ്മുടെ ഈ മെഴുകിൻ്റെ കളർ എടുത്തിട്ട് എന്ത് ചെയ്യാന്നറിയോ, ചുണ്ടിങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ്.
അപ്പം ഞാൻ ചോദിച്ചു, മക്കളെ ഇതെന്താണ്? അത് ലിസ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ കുഞ്ഞു മനസ്സിൽ വരെ എന്തുണ്ട്? അതേ പറയുന്നത്, നമ്മുടെ മക്കളുടെ മനസ്സുകളെ എത്രത്തോളം സോഷ്യൽ മീഡിയ മലീമസമാക്കുന്നുണ്ട് എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ്, എത്രത്തോളം അവരെ സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം സമീപനങ്ങൾ. അതുകൊണ്ട് ഈ പിന്നെ ലിപ്സ്റ്റിക്കും ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഇതൊക്കെ ഇട്ട് നടക്കുന്ന പെൺകുട്ടികളെ നോക്കിയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് ഇപ്പം പറയുന്ന പേര് കോഴികൾ എന്നാണ്. അത് ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും റോഡ് സൈഡിലൊക്കെ ഈ ജാതി ടീം കാത്തിരിക്കുന്നുണ്ടാവും. ഓരോ പരിപാടി എന്താ അറിയോ, ഈ ജാതി പെൺകുട്ടികൾ വരുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു മാത്രമല്ല, അവരെ പ്രണയം നടിച്ച് പ്രേമം നടിച്ച് വശത്താക്കി അവരുടെ ശരീരവും അവരുടെ സമ്പത്തും ഒക്കെ എന്ത് ചെയ്യും, അതൊക്കെ കവർന്നെടുത്ത് അവസാനം പഴം തിന്നിട്ട് തൊലി വലിച്ചെറിയുന്നത് പോലെ അങ്ങോട്ട് വലിച്ചെറിയും. ഇവള് വിളിക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്,